ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹൊറർ കോമഡി മൂവിയുടെ റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ശുഭം എന്നാണ് മൂവിയുടെ പേര്. ഇത് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഈ മൂവി ഒരു നാട്ടിൻ പുറത്താണ് കേട്ടോ നടക്കുന്നത്. ആ നാട്ടിൻ പുറത്തെ ഒരു വീടിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് സീനിൽ. ഇതൊരു ഇൻ്റർനെറ്റൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ സ്റ്റോറിയാണ്. നമ്മൾ ഈ ടി വി സീരിയലൊക്കെ കണ്ടുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ പണ്ടത്തെ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതൊരു വീടാണ് കേട്ടോ. ആ വീട്ടിൽ മുത്തശ്ശി മരിക്കാൻ കിടക്കുവാണ്. അപ്പോൾ ഇവർ ഒത്തിരി പേരവിടെ കൂടിയിട്ടുണ്ട് ഈ നാട്ടിൽ. അപ്പോൾ ആ സമയത്താണ് 9 മണിയായിട്ടുണ്ട് രാത്രി. 9 മണിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ സമയത്താണ് ആ നാട്ടിലെ സീരിയൽ കാണാനായിട്ട് പ്രേതം വരുന്ന ടൈം. അപ്പോൾ ആ ടൈം ആയപ്പോഴാണ് ഈ അമ്മൂമ്മയുടെ മേത്ത് പ്രേതം കയറിയിട്ടുള്ളത്. അപ്പോൾ അതിന് ശരിക്കും മരിക്കാറായിട്ടുള്ള ആൾ ജീവൻ വെച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ സീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും മരിച്ചു കിടക്കാറായ ആളാണ് എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു എനർജി അവരിൽ ഫീൽ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ അവർ എണീറ്റ് വന്നത്. അപ്പോൾ ഈ മൂവിയിലെ സ്റ്റോറി ഈ ടി വി സീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ടി വി സീരിയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതാണ് അവർ കാണിക്കുന്നത്. സീരിയൽ കാണിക്കുമ്പോൾ ആൾ എഴുന്നേറ്റ് വന്ന് അതിൽ കാണുന്നതിനോട് ദേഷ്യപ്പെടുകയും അത് സ്റ്റോറി കാണുമ്പോൾ സ്ത്രീകളെ തളർത്തിയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്റ്റോറിയാണല്ലോ വരുന്നത്. അവർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു വീട്ടിലത്തെ സ്റ്റോറി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഗ്രാമത്തിലൊരു രാത്രിയിലൊരു കാഴ്ചയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ നായകനെ കാണിക്കാൻ പോവാണ്. നായകൻ ഒരു കേബിൾ ടി വി നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആളുടെ ചാനലിലെ ആങ്കറിങ്ങും ചാനലിൻ്റെ ഓണറും എല്ലാ ആളാണ്. നമ്മുടെ കേബിൾ ടി വി കാലഘട്ടം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കേബിള് അത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നായകനാണ് നമ്മുടെ ഈ ഷോ ഒക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരൻ നന്നായിട്ട് ആങ്കറിങ് ചെയ്യുന്നു. ഷോ അങ്ങനെ ചാനൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നായകൻ്റെ ആ ഒരു സീൻ കഴിഞ്ഞ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഇപ്പോൾ 2 ഫാമിലീസിൻ്റെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടിയില്ലേ. ഇനി 3ാമത്തെ ഫാമിലീനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 3ാമത്തെ ഫാമിലിയിൽ അവിടെ ഒരു എന്താ പറയുക കുടുംബിനിയായൊരു സ്ത്രീ, അതായത് ഭർത്താവിൻ്റെ അണ്ടറിൽ നിന്ന് എന്താ പറയുക ഒരു പഴയ ഒരു ടൈപ്പ് സ്ത്രീയാണ് അവർ ഭർത്താവിനെ സ്നേഹിച്ചും ഒക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഭർത്താവിന് അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നതും അങ്ങനെ താലി മാല സിന്ദൂരമൊക്കെ ഇട്ട് നല്ലൊരു തമിഴ് ഇതാണ് അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ ഭർത്താവ് ജോലി വന്നിട്ട് ഭർത്താവിന് സോപ്പ് എടുത്ത് കൊടുക്കുന്നു, കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുന്നു. അങ്ങനെ ഭർത്താവിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുകയാണ്. ഭർത്താവാണെങ്കിലോ ആൾ വളരെ ദേഷ്യക്കാരനും എന്താ പറയുക ഭാര്യനെ ഒരു നമ്മുടെ അണ്ടറിൽ നിൽക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരാളാണ് ആൾ. അപ്പോൾ പുള്ളിക്കാരന് ഭാര്യയോട് ഇഷ്ടമാണ്, പക്ഷേ എന്താ പറയുക ഭാര്യമാർ നമ്മുടെ അണ്ടറിൽ നിൽക്കണം, നമ്മൾ പറഞ്ഞൊക്കെ അനുസരിക്കുന്ന ഒരു വേലക്കാരിയെ പോലെ ആവണം, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളും കൂടെയാണ് കേട്ടോ ആൾ. അപ്പോൾ ഭാര്യയാണെങ്കിലും ആളെ ഭയങ്കര പേടിയാണ്, ഭയങ്കര റെസ്പെക്റ്റുമാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ ഡിസ്റ്റൻസ് ഉണ്ട് അവരുടെ ഒരു ലൈഫിൽ. അത് ശരിക്കും അതൊരു പഴയ സിസ്റ്റമാണത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കാണിക്കുന്നത് 3ാമത്തെ ഫാമിലിയാണ്. 3ാമത്തെ ഫാമിലി ഒരു മുസ്ലിമാണ്. മുസ്ലിം പയ്യനും അവരൊരു ഷോപ്പാണ് കേട്ടോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാര്യ അവരോട് ചോദിക്കുകയാണ് ഇങ്ങനെ തനിക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ എന്തിനൊക്കെ പൈസ ചോദിക്കുമായിരുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ 2ാമത്തെ ഫാമിലി. ഇതാണ് നേരത്തെ കാണിച്ച നായകൻ്റെ പെണ്ണ് കാണൽ ചടങ്ങാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പെണ്ണ് കാണൽ ചടങ്ങിൽ പെണ്ണ് കുറച്ച് പഠിച്ച് മെച്ചുവേർഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. നന്നായി സംസാരിക്കും. നായകന് വളരെ ഇഷ്ടപ്പെട്ടു ഈ പെൺകുട്ടിയെ.
പക്ഷേ അമ്മയ്ക്കും അച്ഛനൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവരുടെയൊക്കെ മൈൻഡിൽ ഒരു പഴയ ഇതല്ലേ, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, മൂന്നാമത് ഇനി അവർ വീട്ടിൽ റൂമൊക്കെ സെറ്റ് ചെയ്യുന്നു. അവരുടെ നാട്ടിൽ ഡിഷ് ടി വി വരുന്നു, അതിനൊക്കെ ചുറ്റിപ്പറ്റി കാണിക്കുകയാണ്. അപ്പം നായകൻ പെണ്ണ് കാണലിനെ കുറിച്ചും ആളുടെ കല്യാണത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആൾ പറയാണ്, എന്താ ഭാര്യമാർ നമ്മളെ ലവ് അങ്ങനെ കാണിക്കരുത്, എന്താ എന്താ പറയുക, അടിച്ച് അമർത്തണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആൾക്ക് ഉപദേശം. അപ്പോൾ കല്യാണമാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. കല്യാണത്തിന് അവർ നന്നായിട്ട് ഒരുക്കുന്നത് ഈ രണ്ടാമത്തെ നടനെ കാണിച്ചില്ല, മൂന്നാമത്തെ ഒരു നടൻ്റെ ഫാമിലി കാണിച്ചില്ല, ഭാര്യയ്ക്കാണ്. അപ്പോൾ ആൾ കുറച്ച് ബ്യൂട്ടീഷ്യനാണ്, നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർ കല്യാണ പെണ്ണിനെ ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് പഠിച്ചത്. അപ്പോൾ നേരത്തെ കാണിച്ച നടനുണ്ടല്ലോ, മുസ്ലിം നടൻ എന്ന് പറഞ്ഞില്ലേ, ആളുടെ വൈഫാണ് കേട്ടോ ഈ മുസ്ലിം പെൺകുട്ടി. ഈ പെൺകുട്ടി സീരിയലൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ഒരുക്കുവാനും അതായത് ഡിസൈൻ ചെയ്യാനും എല്ലാം ബ്യൂട്ടീഷ്യൻ കഴിവുണ്ട് ആൾക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു ബ്യൂട്ടീഷ്യൻ ആവാം, ലോണൊക്കെ എടുത്ത് ഞാൻ സഹായിക്കും, ഒരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങിക്കോളൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെയാണ് പെൺകുട്ടി പറയുന്നത്. അപ്പോൾ ഹസ്ബൻഡിനൊന്നും വലിയ താല്പര്യമില്ല, അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് ഡിസ്കസ് ചെയ്യാണ്. പിന്നീട് കല്യാണം കാണിക്കുകയാണ്. കല്യാണം തമിഴ് ട്രഡീഷണലായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. അവരുടെ എല്ലാ ചടങ്ങുകളും എല്ലാം അതിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാടൻ്റെ കുറച്ച് കോമിക് എന്താ പറയുക പരിപാടി, ആളുടെ ഇഷ്ടം കൊണ്ട് ആൾ കാണിക്കുന്ന പരിപാടികൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരുന്ന് ഫസ്റ്റ് നൈറ്റ് ആയപ്പോൾ അച്ഛമ്മയുടെ റൂമിലാണല്ലോ ഇപ്പോൾ അവരുള്ളത്, ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്. 9 മണിയായപ്പോൾ പുള്ളിക്കാരി നേരെ ടി വിയുടെ മുന്നിലേക്ക് പോയി. സീരിയൽ ഓൺ വന്നു. അപ്പോൾ ഈ സീരിയലാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. 9 മണിക്ക് ഈ സീരിയൽ തുടങ്ങിയാൽ പിന്നെ എന്താ പറയുക, എല്ലാ പെണ്ണുങ്ങളും ഈ സീരിയലിന് മുന്നിലാണ് ഇരിക്കുന്നത്. അതാണ് ഈ സീരിയലിൻ്റെ സ്റ്റോറി. രാവിലെ ആയപ്പോൾ നായിക ഒന്നും അറിയാത്ത പോലെ എഴുന്നേറ്റ് വന്നിട്ട് നായകൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇന്നലെ എന്താണ് നേരത്തെ കടന്നോ, എന്താ ഉണ്ടായെന്നൊക്കെ. നായകൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നായിക ജോലിക്ക് പോകും, അടുക്കളയിൽ നിന്ന് സഹായിക്കില്ല. അത് കാരണം നായകൻ്റെ അമ്മ നല്ല ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ആളോട്. പക്ഷെ അവളുടെ മുഖത്ത് പെൺകുട്ടികൾ കാണിക്കുന്നില്ല എന്ന് മാത്രം. കാരണം അടുക്കളയിലൊന്നും സഹായിക്കാതെ രാവിലെ അങ്ങോട്ട് ജോലിയെന്നും പറഞ്ഞ് പോയാൽ അവരുടെയൊക്കെ ഒരു സിസ്റ്റത്തിൽ പറഞ്ഞാൽ മരുമക്കൾ കല്യാണം കഴിഞ്ഞാൽ വീട്ടിലിരിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നല്ല ദേഷ്യം വന്നത്. അങ്ങനെ അവർ സംസാരിച്ചിട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഡിഷ് ടി വിൻ്റെ ആളെ കാണിക്കുന്നത്. ഡിഷ് ടി വിയുടെ ആളാണെങ്കിൽ അവൻ്റെ കേബിൾ നെറ്റ്വർക്കിനെ ഡൗൺ ആക്കാൻ വേണ്ടി അവിടെ എന്തോ ഒരു പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഭാര്യയും അയാൾ വഴക്ക് കൂടാണ്. അപ്പം ഭാര്യ അതിൽ കയറി ഇടപെട്ട് അവന് വേണ്ടി സംസാരിച്ചു. അപ്പോൾ നായകന് വളരെ ഇഷ്ടമായിട്ടോ ഈ നായികയുടെ ക്യാരക്ടറൊക്കെ. അപ്പോൾ ആൾ ഇങ്ങനെ അതിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ആളുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് അതിനെക്കുറിച്ച്. പിന്നെയും ഇവരുടെ രാത്രിയാണ് കാണിക്കുന്നത്. രാത്രിയായി എന്താ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ഇവനും ഇന്നും ഇതൊന്നും മനസ്സിലാവാതെ ഇന്നും രാത്രിയായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ ഡിസ്കഷനൊക്കെ ചെയ്ത് ആളൊരു പാട്ട് പാടും. അപ്പോൾ പാട്ട് പാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നായിക പാട്ട് പാടുന്ന അറിഞ്ഞിട്ട്. പക്ഷെ പാട്ട് പാടാൻ കേട്ട് ഇരിക്കുന്ന സമയത്താണ് നായിക വീണ്ടും 9 മണിയായപ്പോൾ സീരിയൽ കാണുമ്പോൾ നായകന് തൊട്ടും പിടിച്ചില്ല. ആൾ ടി വിയുടെ സ്വിച്ചും വയറൊക്കെ ഊരിയിട്ട് നായികയെടുത്ത് പറഞ്ഞു, എന്താ എന്നും ഇതായാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ദേഷ്യപ്പെട്ടു. അപ്പോൾ നായിക കട്ടിലൊക്കെ എടുത്ത് എറിഞ്ഞ് ആളെടുത്ത് നല്ല സൗണ്ട് റേസ് ചെയ്ത് അവിടെ നിന്ന് ടി വി എന്തെങ്കിലും വെക്കണം എന്നൊക്കെ പറഞ്ഞ് റിമോട്ട് പിടിച്ച് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളാകെ മുഖഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവസം. അപ്പോൾ നായകൻ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ വന്നിട്ട് ഇത് പറയാനുണ്ട്, ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്, നായിക ആ സമയത്ത് ഇങ്ങനെ ഒരു മൂഡാവും. അപ്പം മറ്റേ നടനും പറയുന്നത്, എൻ്റെ നായിക അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്, എന്നെ എന്താ പറയുക തള്ളിയിട്ടൊരു സ്ഥലത്തേക്ക് ശ്വാസം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയ്ക്കും ഭയാനകമായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത്, റിമോട്ട് എടുത്ത് വയ്ക്കാനും ഒന്നിനും പറ്റില്ല. അപ്പോൾ അത്രയ്ക്കൊരു കണ്ടീഷനാണിപ്പോൾ. അപ്പോൾ മറ്റേ നടൻ പറയണേ, എൻ്റെ ഭാര്യ അടുത്തൊന്നും നടക്കില്ല, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ആൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടെന്ന് ആളുടെ വീട്ടിലിങ്ങനെ നടക്കുന്നുണ്ടോയെന്ന് അറിയാനും
അപ്പം ഇന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ല ആൾക്ക്. നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നു ഇത്രയും ദിവസം. അപ്പം ഇപ്പം നൈറ്റ് ഡ്യൂട്ടി അല്ല, പകലാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് ആൾ കോഫി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യ എടുത്തു കൊടുത്തില്ല. അപ്പം ഭാര്യയുടെ നിന്ന് റിമോട്ട് വാങ്ങിച്ച് ബാറ്ററി ഒക്കെ ആൾ ഊരിക്കളഞ്ഞു. ഊരിക്കളഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന ആൾ നല്ല കഴുത്തിന് പിടിച്ച ആൾ എറിഞ്ഞ് നല്ല എന്താ പറയുക, നല്ല അടി കിട്ടും. നായകനാണെങ്കിൽ നല്ല ഷോക്കായിപ്പോയി. എന്താണിത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആൾക്ക് മനസ്സിലാവുന്നില്ല. ആൾക്ക് അവർ പറഞ്ഞ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആളിപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണിപ്പോൾ കറൻ്റ്ലി അവർ 3 പേരും പേടിച്ചാകെ ഷോക്കായിട്ടാട്ടോ ഇരിക്കുന്നത്. ദെൻ അവർ ഡിസ്കസ് ചെയ്യണം, നമ്മൾ ആരാണ് ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക, എന്താണൊരു വഴി, ഇതെന്തൊരു പ്രേതബാധയാണ്, എന്താണ് ഇനി ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇയാളാണെങ്കിൽ ശരിക്കും ഇയാളുടെ ഭാര്യയുടെ നല്ല കിട്ടി. പക്ഷെ നായകൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ഓർമ്മയില്ല, ആർക്കും ഓർമ്മയില്ല. നായകൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ. അവളാകെ ദേഷ്യപ്പെടുന്നൊരു ടൈപ്പാണ് രാത്രി എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേ നായകനാണെങ്കിൽ നല്ല അച്ചടക്കമായി, ഭാര്യനെ പറിച്ച് പേടിയായി, ആൾ നല്ല ഭാര്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നായകനുമാണെങ്കിൽ അതെ ഭാര്യ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭാര്യമാരെ കുറച്ചൊന്ന് കെയർ ചെയ്യാനും പേടിച്ചിട്ടാണെങ്കിൽ പോലും ഭാര്യമാരോട് ടൈം സ്പെൻഡ് ചെയ്യാനും അവരോട് ശരി നല്ലതാണ് അങ്ങനെയൊക്കെ പറയാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ ഭാര്യയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഇത്രയും നല്ലൊരു റെസ്പോൺസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവളാണെങ്കിൽ അത് ഭർത്താവിൻ്റെ കൂടെ ആങ്കറിങ് ചെയ്യാനും ഒക്കെ 3 പേരും ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ സ്ഥലത്തും ഈ ഡിഷ് ടി വി വെച്ചിരിക്കുന്നത് കാണാം. അത് നായകന് വളരെ ഷോക്കായിരുന്നു. കാരണം ആളുടെ ബിസിനസ് മൊത്തം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും ഡിഷ് ടി വി വയ്ക്കുകയല്ലേ. അപ്പോൾ വീണ്ടും ഇത് രാത്രി ആവുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. രാത്രി ഇപ്പം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ രാത്രി വേണ്ട ഇത് പുറത്തിറങ്ങി നോക്കിയപ്പോഴല്ലേ സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാ ആൾക്കാരും രാത്രി ഉറങ്ങാതെ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാർക്കും പകലൊരു കുഴപ്പമില്ലാത്ത രാത്രി ഭാര്യയ്ക്ക് കുഴപ്പമുണ്ട്. അപ്പോൾ എല്ലാവരും നൈറ്റ് ചോദിക്കാണ് കേട്ടോ, ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും ഒരു സൊല്യൂഷനല്ല. ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്യണം രാത്രി ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ നാട്ടിലാണെങ്കിൽ എല്ലാം കേബിളൊക്കെ ഒഴിവാക്കി ഡിഷ് ടി വി വന്നുകൊണ്ടിരിക്കുകയാണ്. നായികയാണെങ്കിൽ അമ്മയെ സഹായിക്കത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ നായകനൊരു തരം വെറുപ്പായി എന്ന് നായിക വിചാരിച്ചു. അപ്പോൾ നായിക ചോദിക്കുക, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയണം, മൂടി വയ്ക്കാൻ പാടില്ല, നമ്മൾക്കിടയിൽ തന്നെ സോൾവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നായകൻ പറഞ്ഞു ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറി. അവളെ അടുത്ത് പറയാൻ പറ്റണില്ല. അപ്പോൾ അവരിനിയിപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് മായേൻ്റെ അടുത്ത് പോവുകയാണ്. മായ എന്ന് പറയുന്നത് സ്വാമീജിയാണ്, നമ്മുടെ സമന്തയാണ് കേട്ടോ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സമന്തേൻ്റെ അടുത്ത് പോകുമ്പോൾ സമന്ത പറയാൻ, നിങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും മരിക്കും, ഇതെന്തായാലും ഫേസ് ചെയ്തേ പറ്റുള്ളൂ, ഇതെന്താണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പൈസ ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുന്നിൽ നിങ്ങൾ അവരുടെ ഹെയർ ഇട്ട് വെച്ചാൽ അവരുടെ ദേഹത്ത് പ്രേതബാധയുണ്ടോ, ആരാണ് പ്രേതം എന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് വരും, അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മുടി എടുക്കാൻ ശ്രമിക്കാൻ കേട്ടോ. പക്ഷേ പ്രേതത്തിൻ്റെ അടുത്ത് പോകാൻ തന്നെ പേടിയല്ലേ. അവർ ഇങ്ങനെ ദേഷ്യം പ്രേതബാധ ഇരിക്കുന്ന സമയത്ത് മുടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്താവില്ല അവസ്ഥ. എങ്ങനെയാലും കുറച്ച് മുടി കിട്ടിയിട്ടുണ്ട് 3 പേർക്കും. അപ്പോൾ ആ മുടി അവരതിൽ ഇട്ട് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇട്ട് വെച്ചിട്ട് എന്താ പറയുക, വലിയ പ്രത്യേകിച്ചൊന്നും മാറ്റമൊന്നും വന്നില്ല അപ്പോൾ. പക്ഷെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ എന്തായാലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ആർക്കും മാറ്റം വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നായകൻ എന്ത് ചെയ്തത്, കിണറ്റിലോട്ട് എടുത്തിട്ട്, ഈ മായ എന്നൊക്കെ പറയുന്നത് ഫ്രോഡാണ്, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളത് കിണറ്റിലോട്ടിട്ടു. പക്ഷെ കിണറ്റിലോട്ടിട്ട് ആൾ കുറച്ച് കഴിഞ്ഞിട്ട് പുക വലിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴല്ലേ കാണുന്നത് നമ്മുടെ മൊത്തത്തിൽ പുകയാണ് എല്ലായിടത്തും. ഇത് വെച്ച സ്ഥലം മൊത്തം പുകയാണ്, വീടിനകത്ത് കട്ടിലിനടിയിൽ എല്ലായിടത്തും പുക വന്നപ്പോഴാണ് ഇവർക്ക് എക്സാക്ട്ലി കാര്യം എന്താ മനസ്സിലാവുന്നത്. അവിടെ ശരിക്കും ഒരു പ്രേതബാധ ഉണ്ടെന്ന് മനസ്സിലായി, എന്തായാലും ശക്തി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോയപ്പോഴാണ് ഓരോരുത്തരുടെ മുത്തശ്ശിമാരവിടെ കാണുന്നത്. അവരൊക്കെ ഈ സീരിയൽ കണ്ടിട്ട് എന്താ പറയുക, ഇതിൻ്റെ കഥ മുഴുവനാക്കാൻ പറ്റാതെ മരിച്ചു പോയ ആൾക്കാരാണ്. സീരിയൽ ഒരുപാട് കാലമായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, നിർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനൊരു ടേണിങ് ക്ലൈമാക്സ് ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ ബാധ
ഇവരുടെ മേത്ത് കയറി വന്നിട്ട് ഈ സീരിയൽ കാണുന്നത്. അപ്പോൾ പണ്ടേ നടക്കുന്നൊരു സംഭവമാണിത്. അപ്പോൾ അവർ പഴയ ആൾക്കാരില്ല, അപ്പോൾ ആ മുത്തശ്ശിമാരുടെ പ്രേതമാണ് ഇവരുടെ മേത്തെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രി തൊട്ടടുത്ത് എൻ്റെ മുത്തശ്ശിയാണുള്ളത്. അങ്ങനെ ഇവർ അവിടെ ഒരു പോസിങ് കാണിക്കാൻ കേട്ടോ, ഒരു ടേണിങ്. അപ്പോൾ ഇനി ഇവർ സ്വാമീനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി സ്വാമി മാത്രമേ നമുക്ക് ശരണുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ എന്താ പറയുക, ഈ വയസ്സായവർക്കൊക്കെ ഈ സീരിയൽ കാണാണ്. അപ്പോൾ ആ നാട്ടിലേക്ക് ആരാ വരുന്നതെന്നറിയാം. അപ്പോൾ അവിടെ നാട്ടിൽ പ്രേതബാധയുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാൾ ചിരടും, വെറുതെ ഒരു ഫ്രോഡ് ചിരടും കൊണ്ട് വരും കേട്ടോ. 3000 രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആരും ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. അപ്പോൾ പിന്നെയാണ് എന്താ പറയുക, 3000 1000 എന്നൊക്കെ പറഞ്ഞാൽ റേറ്റ് കൂട്ടുകയാണ്. കാരണം സിറ്റുവേഷൻ ഇപ്പം അങ്ങനെയല്ലേ. അപ്പോൾ അവർക്ക് പറയണതല്ലേ കേൾക്കാൻ പറ്റും. അപ്പോഴാണ് ടി വിയിൽ ഒരു ആഡ് വരുന്നത്, നമ്മുടെ സീരിയൽ അവസാനിക്കാറായി, ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം. അപ്പോൾ എന്ത് ചെയ്ത്, ഈ ചിരട് വിൽക്കണ ആളുടെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ അത് വെറുതെ 10 രൂപ തരാം, വാങ്ങിക്കു പറഞ്ഞു. പക്ഷെ ആരും വാങ്ങിച്ചില്ല. സീരിയൽ കഴിയാൻ പോവല്ലേ. അപ്പോൾ എല്ലാവരും സീരിയൽ കഴിയണ ആ ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ. സീരിയൽ കഴിയാൻ പോകുമ്പോൾ ഇനി എന്തിനാണ് ഈ ചിരട് എന്നുള്ളൊരാവശ്യമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്താ പറയുക, 3 ദിവസം കൊണ്ടല്ലേ ഇനി ക്ലൈമാക്സിന്, അപ്പോൾ അതുവരെ നമുക്ക് ക്ഷമിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സീരിയൽ അവസാനിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ അതേക്കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർ സീരിയൽ കാണാൻ അവരിനി ഭാര്യമാരുടെ കൂടെ ഇരുന്ന് സീരിയൽ കാണുന്നുണ്ട്. എന്താ പറയുക, ഓരോ ഡേയ്സ് ഓർത്തിങ്ങനെ വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ ഈ 9 ഡേറ്റൊക്കെ കുറിച്ച് വയ്ക്കണം. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ അല്ലല്ലോ. വീക്കെൻഡ് ആയാലും എന്തായാലും ഈ സീരിയൽ തീരുമെന്നുള്ള ഒരു ആശ്വാസത്തിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ മുത്തശ്ശൻ്റെ ഫോട്ടോ ആണ് ആൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ എന്താ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ നായകൻ എന്ത് ചെയ്യും, നായകൻ്റെ തലയിൽ നായികയായിട്ട് കണ്ടുമുട്ടും. പക്ഷെ നായകൻ്റെ തലയിൽ അപ്പോഴാണ് മഴയത്തൊരു മരം വന്ന് വീഴുന്നത്. അതോടെ എന്തായി, സീരിയൽ വീണ്ടും കണ്ടിന്യൂ ആയില്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും ഭയങ്കര സങ്കടമാവും കേട്ടോ. കാണുന്നവർക്കൊക്കെ ഭയങ്കര വിഷമാവും. എന്താ പറയുക, ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇവരെന്തോ നല്ല ക്ലൈമാക്സ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ നായകൻ്റെ തലയിൽ ഈ മരം വന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഷോക്കായിപ്പോയി. എന്താണ് സംഭവിക്കുക ഇനിയൊന്നും പറയില്ല. ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, എന്താണ് സംഭവിക്കുക, സീരിയൽ ഇനിയും കണ്ടിന്യൂ ചെയ്യുക, ആകെ മൊത്തം കൺഫ്യൂഷനായി. പിന്നീട് ഈ സീരിയലിനെ കുറിച്ചുള്ള ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. സീരിയലിലെ നടൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. അപ്പോൾ അച്ഛനും അമ്മയും വന്നു നോക്കും. ഭാര്യ വന്ന് നോക്കുമ്പോൾ ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. 3 വർഷം മുമ്പ് ഭാര്യയായിട്ടുള്ള ദേഷ്യമുള്ള സന്ദർഭങ്ങളാണ് ആൾക്ക് ഓർമ്മ ഉള്ളത്. അപ്പോൾ വീണ്ടും ഈ ഷൂട്ടിംഗ്, എന്താ പറയുക, സീരിയൽ ഇനിയും പോവുകയാണ്. ഈ ടോർച്ചർ ഇപ്പം അടുത്തൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. ഇവർ തന്നെ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ. അപ്പോഴും ഡിഷ് ടിവിൻ്റെ പരസ്യം വരികയാണ് കേട്ടോ ആളുടെ ഇടയിൽ. ആൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട്. എന്നാൽ കൂടെ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ശ്രമിക്കുകയാണ്. ആളുടെ പ്രശ്നത്തെക്കാളും കൂടുതൽ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കാൻ നോക്കണം. അപ്പോൾ മായ എന്താ പറയുക, ബോട്ടിൽ കൊടുത്തിട്ട് എല്ലാവരോടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, നിങ്ങളുടെ കയ്യിലാണ് ഈ സൊല്യൂഷൻ ഉള്ളത് എന്നാണ് മായ പറയുന്നത്. അപ്പം നിങ്ങളുടെ എന്തെങ്കിലും നല്ലത് ചെയ്താൽ നല്ലത് മാത്രം വരുള്ളൂ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മായ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നായകനാണെങ്കിൽ അടുത്ത് നിന്ന് കിടക്കുമ്പോൾ നായികയെ കാണുന്നത് എന്താ പറയുക, മുത്തശ്ശിയുടെ പ്രേതമായിട്ടാണ് കേട്ടോ. അപ്പോൾ നായകൻ താഴെ കിടക്കുകയാണ്. അപ്പോൾ നായിക വിചാരിക്കുക ഞാൻ കാരണമാണോ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് നായിക വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. ആൾക്കറിയില്ലെങ്കിൽ കൂടെ ആൾ നന്നായി ശ്രമിക്കുന്നുണ്ട് കേട്ടോ വീട്ടിലെ ജോലി ചെയ്യാൻ നായകന് സ്നേഹം ലഭിക്കാൻ വേണ്ടി. പക്ഷെ നായകൻ്റെ ഈ പ്രശ്നം നായികയോട് പറയാൻ നായകന് പറ്റുന്നില്ല. കേട്ടാൽ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും, ഇവളെന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നായകൻ പറയാത്തത്. പക്ഷെ എന്തു വന്നാലും ഇനി പറഞ്ഞേ പറ്റും എന്നുള്ള സിറ്റുവേഷൻ ആയപ്പോൾ നായികയെടുത്ത് കാര്യം പറഞ്ഞു. പക്ഷെ നായിക വിശ്വസിക്കുന്നില്ല അതൊന്നും. ആൾ പറയും എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് നേരിട്ട് പറയണ്ട, അത് ഇങ്ങനെ പ്രേതം ഭൂതമെന്നൊന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയരുത് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നായകൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. 9 മണി കഴിഞ്ഞാൽ നിൻ്റെ മേത്ത് ഇങ്ങനെ പ്രേതബാധ വരും, അതിങ്ങനെ കട്ടിലൊക്കെ വലിച്ചിട്ട് നിനക്കൊരു ദേഷ്യമാവും എന്നൊക്കെ പറഞ്ഞു.
നായകൻ പറഞ്ഞു, നിനക്ക് നിൻ്റെ കാര്യം വിശ്വാസം അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരികളോടും ചോദിക്കുക, അവരുടെ വീട്ടിലും ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും അവരുടെ അടുത്തും കൂടെ കൺഫേം ചെയ്യാൻ നായിക തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും നടൻ എന്താ പറയുന്നത് സീരിയലിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോഴും നായകനെടുത്ത് എറിയാണ് കേട്ടോ അങ്ങോട്ട്. നായികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ റിയലൈസ് ചെയ്യണം 9 ഈ സീരിയലിൻ്റെ ടൈം കഴിയുമല്ലോ. ആ ടൈം കഴിയുമ്പോൾ ആളെവിടെ പോയി, എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് നായികയ്ക്ക് മനസ്സിലായി. അങ്ങനെ നായിക എന്ത് ചെയ്യാണ്, തൻ്റെ കൂട്ടുകാരികളോടും കൂടെ ഈ കാര്യം ഡിസ്കസ് ചെയ്യണം. അന്ന് നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്താണ്? അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഓർമ്മയില്ല, രാത്രി ആ സമയത്ത് ഞങ്ങൾ എന്തോ ആയിപ്പോയി, എനിക്ക് എന്താ പറയുക, എന്തൊക്കെയാ ആ സമയത്തൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ഞങ്ങൾ ഉറങ്ങിപ്പോയി അറിയാതെ, ക്ഷീണമാണ്, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തോ നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കി. അപ്പോഴാണ് ഈ നായിക എടുത്ത് പറഞ്ഞ കാര്യം മറ്റു നടൻ അറിഞ്ഞത്. നീ എന്തിനതൊക്കെ പറയാൻ പോയി? നമ്മുടെ നായകന്മാരത്തെ ഈ കാര്യം പറഞ്ഞത് ഈ മറ്റു നായകന്മാർക്ക് എന്തോ ആണത്വത്തിനെന്തോ ക്ഷയം സംഭവിച്ച പോലെ അവർ പറയുന്നത്. അപ്പോൾ അവർ ശരിക്കും അവർക്ക് ഭാര്യമാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, അത്രയ്ക്കും മോശത്തരാണത്, എന്താ അവരുടെ വില പോകുന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇവർ എല്ലാ ഫാമിലീസും ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, എന്താ പറയുക, അവിടെ പോകുന്നു. അപ്പോൾ പ്രേതബാധയെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അവരുടെ ലൈഫിൽ അതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. പിന്നീടും രാത്രിയാകുമ്പോൾ ഇതേ ഇത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഭാര്യമാർക്ക് ഇതൊന്നും ഓർമ്മയില്ലെന്ന് മാത്രം. അങ്ങനെ നായകൻ്റെ വീട്ടുകാർ നായകൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നായകന് നമ്മുടെ ഡിഷ് ടിവിയുടെ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ നായകൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പോഴും എന്താ പറയുക, ഇവരുടെ ജീവിതത്തിലൊക്കെ 9 മണിയാകുമ്പോൾ ഈ പ്രശ്നം കയറി വരുന്നുണ്ട്. ഇവർ പോലും അറിയാതെ 9 മണിക്ക് ഈ പ്രേതം വരും, പോവും. നായകൻ്റെ വീട്ടുകാർക്കും ഡൗട്ട് തോന്നും. അപ്പോൾ നായക ശരിക്കും പറയുന്നുണ്ട് ഇങ്ങനെ, പക്ഷേ ക്ലിയറായിട്ട് പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ രാത്രി എന്താ പറയുക, ഇതിനൊരു സൊല്യൂഷൻ കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മറ്റേ ഡിഷ് ടി വിയുടെ ആളുകളെ കളിയാക്കുന്നത്. അങ്ങനെ എന്നും രാത്രിയാവുന്നു, ഇതുപോലെ പതിവ് പോലെ പ്രേതബാധ വരുന്നു. അപ്പോൾ ഇവർക്ക് തെറ്റായിട്ട് എന്തെങ്കിലും ടി വിയിൽ കാണിക്കുകയാണെങ്കിൽ ഇവർക്ക് ദേഷ്യം വരും. ആ ദേഷ്യം വരുമ്പോൾ ഇവർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ടി വി എടുത്ത് എറിയും, ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ആ സീരിയലിൽ എന്തെങ്കിലും അടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർ അതിൻ്റെ ദേഷ്യമൊക്കെ ഈ പാവം ഭർത്താക്കന്മാരുടെ അടുത്താണ് തീർക്കുക. അപ്പോൾ പാവമല്ല, എന്നാൽ കൂടെ ഭർത്താക്കന്മാരുടെ അടുത്താണ് കേട്ടോ തീർക്കുന്നത്. അപ്പോൾ വളരെ അറോഗൻ്റായിട്ടാണ് ഇവർ പെരുമാറുന്നത്. എന്താ പറയുക, അവരുടെ കണ്ടീഷനേ വളരെ മോശമാണ്. അടിക്കുന്നതൊക്കെ കാണുമ്പോൾ അവരാകെ വീട് എന്തൊക്കെയോ ആക്കി മറിക്കുന്നു. പക്ഷെ ഇവർക്കൊന്നും ഓർമ്മയില്ലല്ലോ. ഈ 3 നായകന്മാരാണെങ്കിൽ ആകെ ശരിക്കും പറഞ്ഞാൽ അവർ പേടിച്ചാകെ എന്താ പറയുക, പേടിച്ച് വല്ലാത്തൊരവസ്ഥയിലായി. ഇവരുടെ കണ്ടീഷൻ അത്രയും ദിവസങ്ങൾ കഴിയുന്തോറും ഈ സീരിയൽ എങ്ങനെ ബാഡാവുന്നു അത്രത്തോളം ഇവരുടെ എന്താ പറയുക മേത്ത് കയറുന്ന പ്രേതത്തിൻ്റെ ഇതും കൂടെയാണ് കൂടുന്നത്. ശരിക്കും ഇവർക്ക് നല്ല പേടിയാവുന്നുണ്ട് ഇവരുടെ കാര്യം ആലോചിച്ചിട്ട്. എന്തൊക്കെയാണ് ഇനി വരാൻ പോവുക, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ശരിക്കും അവിടെ പറഞ്ഞാൽ ഒരു പ്രേതം കയറി അവിടെ എന്തൊക്കെയോ ചെയ്ത പോലെയാണ് അവർ വീട് കാട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേരും രാവിലെ ഡിസ്കസ് ചെയ്യണം, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നായകന്മാരാണെങ്കിൽ പറയുന്നത് ഞങ്ങളുടെ കണ്ണ് പോയി, എല്ലാത്തിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം നമുക്ക്, അതാണ് ഇവരുടെ. അപ്പോൾ അവരിങ്ങനെ അതേപറ്റിയാണ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്, എന്താ സൊല്യൂഷൻ എന്നാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ ബാക്കി ഞാൻ നിങ്ങൾക്ക് അടുത്ത ഭാഗത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്രേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് കാണാം നമുക്ക്.